ചരിത്രപരമായ പ്രാധാന്യമുള്ള ബീഹാറിൽ അംഗം മുറുകുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ നെഞ്ചിടിപ്പാണ് വർദ്ധിക്കുന്നത്. BJP നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDU, ചിരാഗ് പസ്വാൻ നയിക്കുന്ന LJP തുടങ്ങിയ കക്ഷികളാണ് NDAയിൽ ഉള്ളത്. തേജസ്വി യാദവ് നയിക്കുന്ന RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യ മുന്നണി. ബീഹാറിന് വാരിക്കൂരി നൽകിയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP മുന്നണി സംസ്ഥാനത്ത് അധികാരം നിലനിർത്താൻ വഴിമരുന്നിട്ടത്. യുവജനങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകി 62,000 കോടിയുടെ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിച്ചതിൽ ബീഹാറിന് അത്രയേറെ പ്രാമുഖ്യം നൽകിയത് വോട്ടിൽ കൂടി കണ്ണുവെച്ചുകൊണ്ടാണ്. ഇതോടൊപ്പം ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ പേരുള്ള സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കമിട്ടു. പട്ന അടക്കമുള്ള സ്ഥലങ്ങളിലെ സർവകലാശാലകൾക്ക് പുതിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും അനുവദിച്ചു. ബീഹാറിലെ 4,000 യുവജനങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള ഉത്തരവും കൈമാറി. പട്ന NITക്ക് പുതിയ ക്യാമ്പസ്, 450 കോടി രൂപ ചെലവിൽ 9-10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് തുടങ്ങിയവയെല്ലാം തെരഞ്ഞെടുപ്പ് ലാക്കാക്കി BJP നടത്തിയ മുന്നൊരുക്കങ്ങളാണ്. ഇതൊക്കെ ബീഹാർ കൈവിട്ടു പോവാതിരിക്കാനുള്ള അടിത്തറക്കെട്ടലായിരുന്നുവെങ്കിൽ ഇനിയും ബീഹാറിനായുള്ള വാഗ്ദാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഭരണവിരുദ്ധ വികാരവും മറ്റും കോട്ടം തട്ടാതിരിക്കാൻ ഇക്കുറി ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് BJP മുന്നണി തിരിച്ചറിഞ്ഞിട്ടുണ്ട്.